മക്കളെ, ന്യൂ NCERT ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള എ സ്ക്വയർ ആൻഡ് എ ക്യൂബ്, ഈ ചാപ്റ്ററിലെ ടോപ്പ് 10 MCQs ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൽ ഈ 10 ക്വസ്റ്റ്യൻസ് പഠിക്കാതെ നിങ്ങൾ ഒരു എക്സാം പോലും അറ്റൻഡ് ചെയ്യാൻ പാടുള്ളതല്ല. സോ നമുക്ക് നേരെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ? നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഡിജിറ്റ് കനോട്ട് ബി ദ യൂണിറ്റ് ഡിജിറ്റ് ഓഫ് എ പെർഫെക്റ്റ് സ്ക്വയർ? പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് ആയിട്ട് വരാത്തത് ഏതാണെന്നാ? കനോട്ട് ബി ആണ്. നിങ്ങൾ ഈ വർഷം വരാൻ പോകുന്ന ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഈ ഒരു ഇയർ ഓർമ്മിച്ച് വെച്ചോ, 2378. ഫ്യൂച്ചറിൽ നമ്മൾ ടൈം ട്രാവൽ ചെയ്ത് ഫ്യൂച്ചറിലേക്ക് പോവുക, 2378 എന്ന വർഷത്തിലേക്ക്. ഇവിടെ വർഷമായിട്ട് ബന്ധപ്പെട്ട ഇയറുമായിട്ട് ബന്ധപ്പെട്ട ഒന്നുമല്ല, നിങ്ങൾ ഈ നമ്പർ ഓർമ്മിച്ച് വെക്കേണ്ടതായിട്ട് പറഞ്ഞതാണ്. 2378. ഈ 4 നമ്പേഴ്സ് ഒരിക്കലും പെർഫെക്റ്റ് സ്കോറിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് ആയിട്ട് അല്ലെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ട് വരൂല. ബാക്കിയുള്ള നമ്പേഴ്സ് വന്നാലേ അത് പെർഫെക്റ്റ് സ്കോർ ആവുള്ളൂ. 2ഓ 3ഓ 7ഓ 8ഓ വൺസ് പ്ലേസിൽ വന്നോ അത് പെർഫെക്റ്റ് സ്കോർ അല്ല. എന്ന് വെച്ചാൽ ബാക്കിയുള്ളത് വന്നെന്ന് വിചാരിച്ചിട്ട് അത് പെർഫെക്റ്റ് സ്കോർ ആയിക്കോണം നിർബന്ധമൊന്നുമില്ല. 1 ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1 ഇതിലില്ല, 1 വന്നാൽ അത് പെർഫെക്റ്റ് സ്കോർ ആവണമെന്ന് ഒരു നിർബന്ധമല്ല. 11 പെർഫെക്റ്റ് സ്കോർ അല്ല, 121 പെർഫെക്റ്റ് സ്കോർ ആണ്. അപ്പോൾ ബാക്കിയുള്ള ഡിജിറ്റ്സ് വന്നാൽ അത് മേ ഓർ മേ നോട്ട് ബി എ പെർഫെക്റ്റ് സ്കോർ ആയിരിക്കും. മേ ഓർ മേ നോട്ട് ബി നമ്മൾ പറയാം, അല്ലാണ്ട് പെർഫെക്റ്റ് സ്കോർ ആയിരിക്കും എന്നല്ല. പക്ഷേ ഇത് വന്നാൽ ഉറപ്പിക്കാം പെർഫെക്റ്റ് സ്കോർ അല്ല. അപ്പോൾ ഇവിടെ ഏതാ കനോട്ട് ബി യൂണിറ്റ് ഡിജിറ്റ് ഓഫ് എ പെർഫെക്റ്റ് സ്കോർ? പെർഫെക്റ്റ് സ്കോറിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് ആവാൻ പാടില്ലാത്ത ആരാ? ഇതിലേതെങ്കിലും ഒന്ന് ഇതിലേതാ ഉള്ളത്? ഓപ്ഷനിൽ 7 ഉണ്ട്. 7 ആണ് ആൻസർ. ദാറ്റ്സ് ഇറ്റ്, ഫിനിഷ്ഡ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ സ്ക്വയർ ഓഫ് എൻ ഇവൺ നമ്പർ? ഇവൺ നമ്പറിൻ്റെ സ്ക്വയർ എപ്പോഴും ഇവൺ അല്ലേ? നിങ്ങൾ ആലോചിച്ചു, 2ന്റെ സ്ക്വയർ 4, 4ന്റെ സ്ക്വയർ 16, 6ന്റെ സ്ക്വയർ 36, 8ന്റെ സ്ക്വയർ 64. ഇവൺ നമ്പേഴ്സിൻ്റെ സ്ക്വയർ എപ്പോഴും ഇവൺ നമ്പറാണ്. അപ്പോൾ ഇതിൽ താഴെ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഇവൺ നമ്പേഴ്സ് ഏതാ? 100 മാത്രമേ ഇവൺ നമ്പർ ഉള്ളൂ. സോ 100 ഈസ് ദ റൈറ്റ് ആൻസർ. അതേപോലെ തന്നെ ഓഡ് നമ്പറിൻ്റെ സ്ക്വയർ ഓഡ് നമ്പർ അല്ലേ? 1ന്റെ സ്ക്വയർ 1, 3ന്റെ സ്ക്വയർ 9, 5ന്റെ സ്ക്വയർ 25, 7ന്റെ സ്ക്വയർ 49, അതേപോലെ തന്നെ 9ന്റെ സ്ക്വയർ 81, 11ന്റെ സ്ക്വയർ 121, 13ന്റെ സ്ക്വയർ 169. എല്ലാം ഓഡ് നമ്പേഴ്സിൻ്റെ സ്ക്വയർ ഓഡ് നമ്പേഴ്സ് ആണല്ലേ? ദാറ്റ്സ് ഇറ്റ്. ആൻഡ് നെക്സ്റ്റ് വൺ, വാട്ട്സ് യൂണിറ്റ് ഡിജിറ്റ് ഓഫ് 23 സ്ക്വയർ? നമ്മളോട് ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ സ്ക്വയർ ചോദിച്ചു, അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കാൻ നിങ്ങൾ ആ നമ്പർ 23 ഫുൾ ചെയ്യേണ്ട. നിങ്ങൾ തന്നിട്ടുള്ള നമ്പർ അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എടുക്കുക. ഏതാ? 23 ആണ്. അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് ഏതാ? 3. 3ന്റെ സ്ക്വയർ 3, 9. അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എത്രയാ? 9 തന്നെ. 9 ആണ് ആൻസർ വരിക. ഫോർ എക്സാമ്പിൾ ഇപ്പം 16 സ്ക്വയർ അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് ചോദിച്ചാൽ നിങ്ങൾ തന്നിട്ടുള്ള നമ്പറിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് ഏതാ? 6. 6ന്റെ സ്ക്വയർ എത്രയാ? 36. 36ന്റെ യൂണിറ്റ് ഡിജിറ്റ് എത്രയാ? 6 ആയിരിക്കും വരിക. ഓക്കെ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള നമ്പറിൻ്റെ സ്ക്വയറിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നമുക്ക് തന്നിട്ടുള്ള നമ്പർ ഇല്ലേ, അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എടുക്കുക, അതിൻ്റെ സ്ക്വയർ എടുക്കുക, അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് നോക്കിയാൽ മതി. അല്ലാണ്ട് ഫുള്ള് 16 × 16 ഫുൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ 256 സ്ക്വയർ ആണ് ചോദിച്ചതെന്നായിരിക്കാം, അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റിൻ്റെ ആ 256 സ്ക്വയറിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇവിടുത്തെ യൂണിറ്റ് ഡിജിറ്റ് ഏതാ? 6. 6ന്റെ സ്ക്വയർ 36. അപ്പോൾ 6 സിമ്പിൾ. ഫുൾ ചെയ്യേണ്ട 256 ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ ആണല്ലോ? 3 ക്വസ്റ്റ്യൻസ് കാണുന്നേ. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ഓൾവേസ് ട്രൂ അബൌട്ട് ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് എ പെർഫെക്റ്റ് സ്ക്വയർ? ഈ ഒരു 10 MCQs ഏറ്റവും കിഡിലൻ ക്വസ്റ്റൻ ആണത്. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് എ പെർഫെക്റ്റ് സ്ക്വയർ. ഓക്കെ, ലെറ്റ് മീ ആസ്ക് യു, എന്താണ് ഫാക്ടേഴ്സ്? ഒരു നമ്പറിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് വരിക? ഫോർ എക്സാമ്പിൾ 5ന്റെ ഫാക്ടേഴ്സ്, 5നെ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സാണ് 5ന്റെ ഫാക്ടേഴ്സ്. അതപ്പോൾ ഏതൊക്കെയാണ്? 5നെ നമുക്ക് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? 5 പ്രൈം നമ്പർ ആണല്ലോ, 2 ഫാക്ടേഴ്സ് ഉണ്ടാവുള്ളൂ. ഇനി 6ന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? 6നെ നമുക്ക് 1 × 6 എഴുതാം, 1 × 6 എഴുതാം അല്ലേ? 1 × 6 എഴുതാം. അതുകൊണ്ട് തന്നെ 1,6 ഫാക്ടേഴ്സ് ആണ്. പിന്നെ 2 × 3 എഴുതാം, അപ്പോൾ 2,3 ഫാക്ടർ ആണ് അല്ലേ? ഇനിയിപ്പോൾ 8ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 8ന്റെ ഫാക്ടേഴ്സ് 8 നമുക്ക് എന്തൊക്കെ എഴുതാം? 1 × 8 എന്ന് എഴുതാം, പിന്നെ 2 × 4 എന്ന് എഴുതാം, 2 × 4 എന്ന് എഴുതാം. അപ്പം 1ഉം 8ഉം 2ഉം 4ഉം ആണ് 8ന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അല്ലേ? ഇനിയിപ്പോൾ 12ന്റെ ഫാക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ആരൊക്കെയുണ്ട്? ഇപ്പോൾ 12 നമുക്ക് എന്തൊക്കെ എഴുതാം? 1,12, 1 × 12 12 ആണ്. ഇനി 2 × 6 എന്ന് എഴുതാൻ പറ്റും, അപ്പോൾ 2ഉം 6ഉം ഫാക്ടേഴ്സ് ആണ്. പിന്നെ 3 × 4 എന്ന് എഴുതാൻ പറ്റും 12ന്, അപ്പോൾ 3ഉം 4ഉം ഫാക്ടേഴ്സ് ആണ്. സോ 12ന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? 1, 12, 2, 6, 3, 4 ടോട്ടൽ 6 ഫാക്ടേഴ്സ് ആണ് അല്ലേ? 8നാണെങ്കിൽ 4 ഫാക്ടേഴ്സ്, 6നാണെങ്കിൽ 4 ഫാക്ടേഴ്സ്. എന്നാൽ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത് പെർഫെക്റ്റ് സ്കോറിൻ്റെ ഫാക്ടേഴ്സ് ആണ്. പെർഫെക്റ്റ് സ്കോറിൻ്റെ ഫാക്ടറിലേക്ക് വരുമ്പം ചെറിയൊരു പ്രശ്നമുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പം 16 ആണെങ്കിൽ അതിൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് മക്കളെ? 16 നമുക്ക് 1 × 16 എഴുതാം, പിന്നെയോ 1 × 16 എഴുതാം, പിന്നെ 2 × 8 എഴുതാം, 2 × 8 എഴുതാം, പിന്നെയോ വേറെ എന്തെങ്കിലും വഴിക്ക് 16 എഴുതാൻ പറ്റുമോ? ഇത് മാത്രമേ ഉള്ളൂ? അല്ല. 4 സ്ക്വയർ 4 × 4 16 അല്ലേ? 4 × 4 16 അല്ലേ? പക്ഷേ അത് നമ്മൾ 2 4 എഴുതുമോ? ഫാക്ടർ ഏതൊക്കെയാണെന്ന് വെച്ചാൽ 4ഉം 4 എന്ന് പറയുമോ? ഫാക്ടർ ഏതൊക്കെയാണെന്ന് വെച്ചാൽ 4ഉം 4ഉം ഫാക്ടറാന്ന് പറയുമോ? 4 ഒറ്റ തവണ പറഞ്ഞാൽ പോലെ
ഞാനിപ്പം ഇന്ന് ഇവിടെ ക്ലാസ് എടുക്കുന്ന ആരാന്ന് വെച്ചാൽ രോഹിത് എന്ന് പറയുമോ? ഇല്ല, രോഹിത് മാത്രം ഒരാൾ മതി. ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി ഒരാളാണ് അല്ലേ? അപ്പോൾ 4 ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. അപ്പോൾ അതെന്തുകൊണ്ടാണ്? കാരണം 4 × 4 ആണ് 16. അത് റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ പെയർ, ഇപ്പോൾ ഫാക്ടേഴ്സ് വരുന്ന സമയത്ത് നമ്മൾ പെയർ ആക്കിയിട്ട് ഇതുപോലെയാണ് എഴുതുക ഫാക്ടേഴ്സ്. അപ്പോൾ ആ പെയർ ആക്കി വരുന്ന സമയത്ത്, പെർഫെക്റ്റ് സ്ക്വയേഴ്സ് വരുന്ന സമയത്ത് അതിന് 4 × 4 പെർഫെക്റ്റ് സ്ക്വയർ ആകുമ്പോൾ 4 × 4 വരുമല്ലോ, സെയിം സാധനം വരുമല്ലോ. അപ്പോൾ അതൊരു ഒറ്റയ്ക്ക് ഒരുത്തനുണ്ടാവും. അപ്പോൾ അതെന്തായി? ബാക്കിയെല്ലാം പെയർ ആകുമ്പോൾ തന്നെ എത്രയും ബാക്കിയുള്ളതൊക്കെ ഈവൻ നമ്പേഴ്സാണ്. പെയർ എന്ന് പറയുമ്പോൾ ഈവൻ നമ്പറായി. ഇവൻ മാത്രം ഒറ്റയ്ക്കല്ലേ, അപ്പോൾ അത് ഓടായില്ലേ? അവൻ കൂടെ കൂടുമ്പോൾ ഓടായില്ലേ? ഇനിയിപ്പോൾ 9 എടുക്കുകയാണെങ്കിൽ ഇതേ കേസ് തന്നെയാണ്. 9 ആണെങ്കിൽ ഇപ്പോൾ ഇതൊക്കെയാണ് 1 × 9 ആണ്. പിന്നുള്ളത് 3² 3 × 3 പക്ഷേ അതിൽ 3 × 3 3 നമ്മൾ എഴുതൂല. ഫാക്ടേഴ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് എഴുതൂല, ഒറ്റൊന്ന് മാത്രമേ എഴുതുള്ളൂ, 3 മാത്രമേ എഴുതുള്ളൂ. സോ ടോട്ടൽ 3 ഫാക്ടേഴ്സ് ആയി. മനസ്സിലായോ? ലോജിക്ക് മനസ്സിലായോ? ടോട്ടൽ 3 ഫാക്ടേഴ്സ് ആയി. ഇനിയിപ്പോൾ 25 നോക്കുകയാണെങ്കിൽ സെയിം അവസ്ഥ തന്നെയാണ്. 1 × 25 ആണ്. പിന്നെയോ 5 ആണ് പിന്നെ അടുത്ത ഫാക്ടർ, 5 × 5. പക്ഷെ നമ്മൾ 2 തവണ 5 എഴുതൂല. ഒരാൾ എക്സ്ട്രാ ഉണ്ടാവും ഈ പേഴ്സിൻ്റെ കൂടെ. അതായത് പേഴ്സ് എന്ന് പറയുമ്പോൾ ഇവൻ നമ്പേഴ്സാണ്. ഇവൻ നമ്പേഴ്സിൻ്റെ കൂടെ ഒരാൾ എക്സ്ട്രാ കൂടുമ്പോൾ എന്തായി? ഓഡ് നമ്പറായി. സോ അതാണ് കൺസെപ്റ്റ്, പഠിച്ചു വെച്ചോ. ഫാക്ടേഴ്സ് ഓഫ് എ പെർഫെക്റ്റ് സ്ക്വയർ ഓഡ് നമ്പർ ആയിരിക്കും, ഓൾവേസ് ഓഡ്. Number of factors of a perfect square will be always odd. Okay, അല്ലേ? And next question. Number of zeros at the end of 2000 square. 2000 സ്ക്വയറിൻ്റെ എൻഡിലുള്ള നമ്പർ ഓഫ് സീറോസ് നിങ്ങളൊന്നും ആലോചിക്കേണ്ട. 2000ൻ്റെ സ്ക്വയർ ആണ് അല്ലേ? അപ്പോൾ ഇവിടെ 3 സീറോസ് അല്ലേ? അതിൻ്റെ ഡബിൾ 3 സീറോസിൻ്റെ ഡബിൾ 6 സീറോസ് ആണ് ലാസ്റ്റ് ഉണ്ടാവുക. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്, ഫിനിഷ്ഡ്. നെക്സ്റ്റ് വൺ. വാട്ട്സ് ദ ഡിജിറ്റ്സ് അറ്റ് വൺസ് പ്ലേസ് ഇൻ ദ സ്ക്വയർ ഓഫ് ദ നമ്പർ 2934? 2934ൻ്റെ സ്ക്വയറിൻ്റെ വൺസ് പ്ലേസിലെ ഡിജിറ്റ്. നിങ്ങൾ ഇവിടെ ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്താ? 4. 4ൻ്റെ സ്ക്വയർ എത്രയാണ്? 16. 16ൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എത്രയാണ്? 6. ആൻസർ ആയി. ദാറ്റ്സ് ഇറ്റ്, ഫിനിഷ്ഡ്. നെക്സ്റ്റ് വൺ. The sum of 1 + 3 + 5 + 7 + 9 + 11 + 13 + 15 + 17 is കൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മ് 1ൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഉറപ്പിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കണം, 1ൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കണം. 1ൽ സ്റ്റാർട്ട് ചെയ്യുന്ന കൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ട് നോക്കുക, ആ നമ്പറിൻ്റെ സ്ക്വയർ. എത്ര ഓഡ് നമ്പേഴ്സ് അവിടെ ഉണ്ട് നോക്കുക, കൗണ്ട് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ സ്ക്വയർ എടുത്താൽ മതി. ഇവിടെ എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 9 9 ഉണ്ട്. 9 സ്ക്വയർ 81 വിൽ ബി ദ ആൻസർ. നിങ്ങൾ ആഡ് ചെയ്ത് നോക്കിയോ? 81 ആയിരിക്കും ആൻസർ. ഓക്കെ, 10 ഉണ്ട്, 10 സ്ക്വയർ 100 ആയിരിക്കും ആൻസർ. 11 ഉണ്ടെങ്കിൽ 11 സ്ക്വയർ 121 ആയിരിക്കും ആൻസർ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് വൺ. ഫൈൻഡ് 6084 റൂട്ട് ഓഫ് 6084 സ്ക്വയർ റൂട്ട്. പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. അതല്ലെങ്കിൽ ഓപ്ഷൻസ് നോക്കി കണ്ടുപിടിക്കാൻ ഒരു ഐഡിയ ഉണ്ട്. കാരണം ഇവിടെ 4 അല്ലേ? 4 വരുമ്പോൾ 8ൻ്റെ സ്ക്വയർ 8 4 വരാം. 6ൻ്റെ സ്ക്വയർ 36 ആണ്, അപ്പോൾ 6 വരുള്ളൂ. അപ്പോൾ ഇതല്ല. പിന്നെ ഇവിടെ 4ൻ്റെ സ്ക്വയർ 4 16 6. 4ൻ്റെ സ്ക്വയർ എത്രയാ? 4 × 4 16 6 വരുള്ളൂ. ഇവിടെ 4 ആണ്, അപ്പോൾ ഇത് വരില്ല. ഇവിടെ 7 ആണ്, 7ൻ്റെ സ്കോർ 7 49 9 വരുള്ളൂ. ഇതല്ല. അപ്പോൾ പിന്നെ ബാക്കിയുള്ള ഓപ്ഷൻ ഇതാണ്. 78ൻ്റെ സ്കോർ ആയിരിക്കും മിക്കവാറും. MCQ ആണ്, സ്റ്റെപ്പൊന്നും ആവശ്യമില്ല, നമ്മൾ ജസ്റ്റ് ഗസ് ചെയ്താൽ മതി. പക്ഷേ അറ്റ് ദ സെയിം ടൈം വേറെ പ്രശ്നമുണ്ട്. ഇപ്പോൾ 4 വരുന്നപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഓപ്ഷൻ 32 ഉണ്ട് കൂടെ ഉണ്ടെന്ന് വിചാരിക്കുക, ഓപ്ഷൻ ഇ ആയിട്ട്. അന്നോ പ്രശ്നം നമുക്ക് പറയാൻ പറ്റില്ല. 2ൻ്റെ സ്ക്വയർ ആണോ 4 അതോ 8ൻ്റെ സ്ക്വയർ ആണോ വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടും ഒന്നുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുള്ളൂ. കാരണം MCQ അല്ലേ, സ്റ്റെപ്പിന് മാർക്കില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ ജസ്റ്റ് 78ൻ്റെ സ്കോർ കണ്ടുപിടിച്ച് നോക്കുക, അല്ലെങ്കിൽ 32ൻ്റെ സ്കോർ കണ്ടുപിടിച്ച് നോക്കുക, ഏതാ നോക്കുക, അങ്ങനെയും മതി. പക്ഷേ ഇവിടെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവിടെ 32 ഇല്ല. അപ്പോൾ 4ൽ അവസാനിക്കുന്ന സ്ക്വയേഴ്സ് വരുന്നത് ഇതിൽ ആകെയുള്ളത് ഇതാണെങ്കിൽ 4 4 16 6ൽ അവസാനിക്കുക. ഇതാണെങ്കിൽ 7 × 7 49 9ൽ അവസാനിക്കുള്ളൂ. ഇതിലാണെങ്കിൽ 6 × 6 36 6ൽ അവസാനിക്കുള്ളൂ. ഇവിടെ മാത്രമേ ഉള്ളൂ 8 × 8 64 4 വരും. ആൻസർ ആയി. അല്ലെങ്കിൽ ഇനി MCQ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പ്രൈം ഫാക്ടറൈസേഷൻ വെച്ചിട്ട് ചെയ്തുകൂടാം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ സ്മോളസ്റ്റ് നമ്പർ ബൈ വിച്ച് 252 മസ്റ്റ് ബി മൾട്ടിപ്ലൈ ടു മേക്ക് ഇറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ. 252 ഏത് സ്മോളസ്റ്റ് നമ്പറോട് മൾട്ടിപ്ലൈ ചെയ്താലാണ് അത് പെർഫെക്റ്റ് സ്ക്വയർ ആവുക. അവിടെ നിങ്ങൾ പ്രൈം ഫാക്ടറൈസ് ചെയ്യണം. 252 നിങ്ങൾ എന്ത് ചെയ്യുക? ഡിവൈഡ് നോക്കുക. 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടും? 126 അല്ലേ? നോക്കി യെസ്. അതിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടും? 63. 63 നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്ര കിട്ടും? 21. 21 നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 7 നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 കിട്ടും. അപ്പോൾ നമുക്ക് 252 എങ്ങനെ എഴുതാം? 2 സ്ക്വയർ 2 വെച്ച് പെയറാക്കുക ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 7 പെയറല്ല, 7 ഒറ്റയ്ക്കാം അല്ലേ? അപ്പോൾ 7 മാത്രമേ ഒറ്റയ്ക്കുള്ളൂ.
അല്ലേ? അപ്പോൾ നമ്മൾ സ്മോളസ്റ്റ് നമ്പർ 252 ഏത് സ്മോളസ്റ്റ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് ഇതൊരു പെർഫെക്റ്റ് സ്കോർ ആവുക. ഇത് പെർഫെക്റ്റ് സ്കോർ അല്ല. കാരണം എന്താ, ഇവിടെ എല്ലാവരും പെയറല്ല. എല്ലാവരും പെയറായാൽ മാത്രമേ പെർഫെക്റ്റ് സ്കോർ ആവുള്ളൂ. ഇവിടെ 7 പെയറല്ല, 7 സ്ക്വയർ ഇല്ല, 7 ഒറ്റയ്ക്കാണ്. അപ്പോൾ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും 7 കൂടെ പെയർ കിട്ടുക. ഒരു 7 കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സെറ്റ് ആയിരുന്നു. കാരണം 7 × 7 7 സ്കോർ ആയനെ. അപ്പോൾ 7 കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഓപ്ഷൻ സി 7. ഓക്കെ അല്ലേ? ദാറ്റ്സ് ഇറ്റ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്യൂബ് ഓഫ് എൻ ഓഡ് നമ്പർ ഈസ് ഓൾവേസ്. ഒരു ഓഡ് നമ്പറിന്റെ ക്യൂബ് എത്രയാണ് എപ്പോഴും? ആലോചിച്ച് നോക്കുക. ഓഡ് നമ്പറിന്റെ ക്യൂബ് ഓഡ് നമ്പറാണ്. നിങ്ങൾ 3 ആലോചിച്ച് നോക്ക്. 3ന്റെ ക്യൂബ് 3 3 9 3 27 ഓഡ് നമ്പറാണ്. 1ന്റെ ക്യൂബ് 1 × 1 × 1 1 തന്നെയാണ്, ഓഡ് നമ്പറാണ്. 5ന്റെ ക്യൂബ് 5 × 5 × 5 5 × 5 25 25 × 5 125 ഓഡ് നമ്പറാണ്. അപ്പോൾ ഓഡ് നമ്പറിന്റെ ക്യൂബ് എപ്പോഴും ഓഡ് നമ്പർ ആയിരിക്കും. സോ ഇതാണ് ഈ ചാപ്റ്ററിൽ നിങ്ങൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട 10 MCQs എന്ന് പറയുന്നത്. അടിപൊളിയായിട്ട് പഠിക്കുക, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കൂടെ പഠിക്കുക. ആൻഡ് നിങ്ങൾക്ക് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെയും അതേപോലെ തന്നെ വൺസിൻ്റെ വയൽ വരുന്ന റിവിഷൻ ക്ലാസ്സും മാത്രം പോരാ. നിങ്ങൾക്ക് ഡെയിലി കൃത്യമായിട്ടുള്ള ലൈവ് ക്ലാസ്സസ്, ഡീറ്റെയിൽഡ് മാത്സിൻ്റെ ഓൺലൈൻ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ബാച്ചിൻ്റെ പേരാണ് യോധ ബാച്ച്. ന്യൂ NCERT ബാച്ച് ആയിക്കോട്ടെ, ഓൾഡ് NCERT ബാച്ച് ആയിക്കോട്ടെ, നിങ്ങൾക്ക് 2 ബാച്ചും നിങ്ങൾ ഒരൊറ്റ എമൗണ്ടിൽ 3250 എന്ന് പറയുന്ന ഒരു എമൗണ്ടിൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു അക്കാദമിക് ഇയർ മുഴുവൻ നിങ്ങൾക്ക് സൈലത്തിൻ്റെ യോധ ബാച്ചിൽ ജോയിൻ ചെയ്തുകൊണ്ട് ക്ലാസ് 8 CBSEയുടെ സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, അതേപോലെ തന്നെ മാത്തമാറ്റിക്സ്, ഈ സബ്ജക്ട്സ് കൃത്യമായിട്ട് പഠിച്ചെടുക്കാവുന്നതാണ്. ഡെയിലി ലൈവ് ക്ലാസ്സുകളായിരിക്കും, ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും. ഒരു ചാപ്റ്റർ 4ഉം 5ഉം പീരീഡ് ആക്കി സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും. ഒരു ചാപ്റ്റർ കഴിഞ്ഞാൽ അതിൻ്റെ എക്സാമിനേഷൻ, ആൻഡ് ഫ്യൂ ചാപ്റ്റേഴ്സ് കഴിഞ്ഞാൽ ടേം വൈസ് എക്സാമിനേഷൻസ്. അത് കഴിഞ്ഞാൽ ഏറ്റവും അവസാനം നമ്മുടെ നിങ്ങളുടെ സ്കൂളിൽ ആനുവൽ എക്സാമിനേഷനോടനുബന്ധിച്ച് ഏകദേശം 1 മാസത്തോളം വരുന്ന റിവിഷൻ ക്ലാസ്സുകൾ, അതേപോലെ തന്നെ സ്കൂൾ എക്സാമിനേഷന് തൊട്ട് മുന്നേ മോഡൽ എക്സാമിനേഷൻസ്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നതാണ് സൈലത്തിൻ്റെ യോധ ബാച്ച് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് യോധ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കൃത്യമായിട്ടുള്ള ഡെയിലി ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആൻഡ് ദാറ്റ് ടു ഓൺലൈൻ ആയിരിക്കും. ഓൺലൈൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്കൊരു ക്ലാസ് മിസ്സായി പോയാൽ കുഴപ്പമില്ല, നമുക്ക് പനിയായി, സ്കൂളിൽ പോകാൻ പറ്റിയില്ലേ പ്രശ്നമാണ്, ട്യൂഷൻ സെൻറ്ററിൽ പോകാൻ പറ്റിയില്ലേ പ്രശ്നമാണ്, കാരണം അവിടെ ആ ക്ലാസ് മിസ്സായി തന്നെയാണ്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ഓൺലൈൻ നമുക്ക് എന്താണ്, ആ ക്ലാസ് നാളെ കാണാം. ഈ അക്കാദമിക് ഇയർ മുഴുവൻ എത്ര തവണ വേണമെങ്കിലും ആ ക്ലാസ് എടുത്ത് റീവാച്ച് ചെയ്യാൻ പറ്റും. റിപ്പീറ്റഡ്ലി നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും. എത്ര തവണ വേണമെങ്കിലും നമുക്ക് കാണാൻ പറ്റും. അതാണ് ഓൺലൈൻ ക്ലാസിൻ്റെ അഡ്വാൻറ്റേജ്. സോ കൃത്യമായിട്ട് മക്കൾ യോധ ബാച്ചിൽ ജോയിൻ ചെയ്യുക. താഴെ കാണുന്ന നമ്പറിൽ സ്ക്രോൾ പോകുന്നുണ്ടാവും, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. ആൻഡ് നല്ലപോലെ പഠിച്ചോളാം. ഈ അക്കാദമിക് ഇയറിൽ അടിപൊളിയായിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യേണ്ടതാണ്. ബൈ.